ഹായ് ഓൾ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. അതെ, രാവിലെ ദേവമോളുടെ സ്കൂളിലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോഴോ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ് ധൃതി പിടിച്ച് പോയത്. സത്യത്തിൽ മോർണിംഗിൽ 6 o'clock ആയപ്പോഴൊക്കെ ഞാൻ എഴുന്നേറ്റതാണ്. പക്ഷേ 7 o'clock ആകുമ്പോൾ നമുക്ക് പോകണം. സമയം എങ്ങനെയാണ് പോയതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ പ്രത്യേകിച്ച് ഒത്തിരി മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് നമ്മളെല്ലാം റെഡി ആയിട്ടാണ് പോയത്. ദേവക്കുട്ടി ഒരു ഡാൻസ് പ്രോഗ്രാമിനാണേ ഉള്ളത്. ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ മറന്നുപോയി, സമയവും കിട്ടിയില്ല. അതെല്ലാം ബാഗിലിട്ടോണ്ട് അങ്ങ് ചെന്ന്, അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണേ. പിന്നെ ഞാനും അമ്മമ്മയും ഉണ്ണിച്ചനും കൂടെ സീറ്റ് പിടിച്ച് ഒരു സൈഡ് സീറ്റൊക്കെ പിടിച്ചങ്ങ് ഇരിക്കുക. ആദ്യം ഉണ്ണിച്ചന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഉണ്ണിച്ചന് ദേവചേച്ചിയുടെ സ്കൂളിൽ എപ്പോൾ ചെന്നാലും അവിടെ പാർക്കിൽ പോകണം. പിന്നെ ഉണ്ണിച്ചൻ പറയാൻ തുടങ്ങി, അമ്മേ നമുക്ക് പാർക്കിൽ പോകാം, അമ്മേ നമുക്ക് പാർക്കിൽ പോകാം. അങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഓരോരോ പ്രോഗ്രാംസ് ആയിട്ട് കഴിഞ്ഞു. ദേവക്കുട്ടിന് താല്പര്യമുള്ള എല്ലാ പ്രോഗ്രാമിനും ചേർക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമാണ്. അറിയില്ല, എൻ്റെ മനസ്സ് അങ്ങനെയാണ് കേട്ടോ. പിന്നെ വേറൊരു കുഴപ്പം കൂടിയുണ്ട് എനിക്ക്. ദേവക്കുട്ടി സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ എനിക്ക് പിന്നെ എന്തോ ഒരു സങ്കടവും കൂടിയാണ്. അറിയില്ല എന്താ അങ്ങനെയെന്ന്. ദേവമോള് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം എനിക്ക് സത്യത്തിൽ എപ്പോഴും കരച്ചിലാണ് വരാറ്. അങ്ങനെയാണല്ലോ, സന്തോഷം കൂടിയാൽ നമ്മൾ കണ്ണിൽ നിന്ന് വെള്ളം വരുമല്ലോ അല്ലേ. പിന്നെ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ദേവചേച്ചിയുടെ പ്രോഗ്രാമിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സോങ് ഒന്നും ആഡ് ചെയ്യാതെ. ഒന്നാമത്തെ കാര്യം, എനിക്കിതൊന്നും അറിയത്തില്ല. ഇനി കോപ്പിറൈറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ആയാലോ എന്ന് കരുതിയാണ് ഞാൻ ഒരു സോങ്ങും ആഡ് ചെയ്ത് കൊടുത്തില്ല. ഒരുപാട് നല്ല ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കങ്ങനെ എല്ലാം ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. പിന്നെ എൻ്റെ ചാനലിൽ ഈ വരുന്ന വീഡിയോസിനൊക്കെ ചിലപ്പോൾ ഒരുപാട് ക്ലാരിറ്റി കുറവായിരിക്കും അല്ലേ. അതെനിക്കറിയാം, എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണേ. നമുക്ക് ക്ലാരിറ്റി കൂട്ടാനായിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ നോക്കാം. ഇതാണ് ദേവമോൾ ഡാൻസ് കേട്ടോ. ഈ ഡാൻസ് ദേവമോൾ കളിക്കുമ്പം എൻ്റെ കൈ ശരിക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ള ക്ലാരിറ്റി പോലും എനിക്ക് ദേവമോളുടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അറിയില്ല, പക്ഷേ വേറെ വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതിനുശേഷം ഉണ്ണിക്കുട്ടനെ ദേവചേച്ചിയുടെ സ്കൂളിലെ പാർക്കിലെല്ലാം കയറ്റി ദേവചേച്ചിയുടെ കൂട്ടുകാരെയൊക്കെ കണ്ട് ദേവചേച്ചിയുടെ ഡാൻസ് കഴിയാൻ നോക്കിയിരുന്നു ഉണ്ണിക്കുട്ടൻ ഈ പാർക്കിലോട്ട് തന്നെ വന്നിരിക്കാൻ. പാർക്കിൽ നിന്ന് എന്ത് ചെയ്താൽ പോരുന്നില്ല. അങ്ങനെ ദേവചേച്ചിയുടെ ഫ്രണ്ട്സിനോട് നിന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത്, പിന്നെ നമുക്ക് ഈ ഡ്രസ്സ് നമ്മൾ റെൻറ്റിനെടുത്താണ്. ഡാൻസാർ തന്നെയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നേക്കുന്നത്. അപ്പം നമ്മൾ അതിനുള്ള പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേളിൽ ചെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അങ്ങനെ നേരെ ഡ്രസ്സൊക്കെ മാറി നേരെ അങ്ങോട്ട് തന്നെ പാർക്കിലോട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതെ, പിന്നെ എനിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റുമാണ്. എനിക്ക് തിരിച്ചു വന്നിട്ട് ഡ്യൂട്ടിക്കും പോരുന്ന വഴിക്ക് നമുക്ക് ഷാരിയിൽ ഒന്ന് കയറണമല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കുകയും വേണ്ടേ. അങ്ങനെ ഞാൻ രണ്ടുപേരെയും കൂട്ടി നേരെ ഷാരിയിലെത്തി ആവശ്യത്തിലധികം സാധനം മേടിച്ച് വീട്ടിലോട്ട് പോന്നു. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ.